ഇന്ന് നമ്മൾ ഒരു വാനില സ്പോഞ്ച് കേക്കാണ് ചെയ്യുന്നത്. എല്ലാ കേക്കിനും ബേസ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഈ രീതിയിലുള്ള ഒരു കേക്കിൻ്റെ റെസിപ്പി കുറേ ആളുകൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് എളുപ്പത്തിൽ ഈ ഒരു കേക്ക് ചെയ്യാന്നുള്ളത് നോക്കാം. അപ്പോൾ ആദ്യം ഇതിലേക്ക് 1 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്, 250 ml കപ്പിൽ. പക്ഷെ കുത്തി നിറച്ചെടുത്തിട്ടില്ല കേട്ടോ. അത്യാവശ്യം നമ്മൾ നിറച്ചങ്ങ് എടുത്തു കഴിഞ്ഞാൽ ഒരു 120 ഗ്രാം ഒക്കെ ഉണ്ടാവും. പക്ഷേ ഈ ഒരു കേക്കിലേക്ക് നമുക്കൊരു 100 ഗ്രാം മൈദ മതിയാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് കുത്തി നിറച്ചെടുക്കേണ്ട, കറക്റ്റ് ലെവലിൽ എടുത്താൽ മതി. എന്നിട്ട് അതിൽ നിന്നൊരു 1 ടേബിൾ സ്പൂൺ മൈദ മാറ്റി വെക്കാം. ഇതെന്താണെന്ന് വെച്ചാൽ ഇതിന് പകരമായിട്ട് 1 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി പാൽപ്പൊടി ഇല്ലെങ്കിൽ നമ്മൾ ആ ഒരു മൈദ ഒഴിവാക്കേണ്ട ആവശ്യമില്ല, അങ്ങനെ തന്നെ മതി. പിന്നെ ഒരു 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ. ഈ കേക്കിലേക്ക് പിന്നെ ബേക്കിംഗ് സോഡ ചേർക്കേണ്ട ആവശ്യമില്ല. ഈ 3 കാര്യങ്ങളും കൂടെ നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് ഒരു 2-3 തവണ ഒന്ന് അരിച്ചു മാറ്റി വെക്കാം. ആ ബേക്കിംഗ് പൗഡറൊക്കെ എല്ലാ ഭാഗത്തേക്കും ഒരുപോലെ എത്തിക്കിട്ടിയാലേ കേക്ക് നന്നായിട്ട് പൊങ്ങി കിട്ടുള്ളൂ. ഇവിടെ ഇപ്പോൾ ഞാനൊരു 3 തവണ അരിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. അടുത്തത് ഇനി ഇതിലേക്ക് മീഡിയം സൈസിൽ വരുന്ന 4 കോഴിമുട്ട വേണം. മുട്ട എടുക്കുന്ന സമയത്ത് എപ്പോഴും റൂം ടെമ്പറേച്ചറിലായിരിക്കണം, അതായത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് കുറച്ച് സമയം പുറത്ത് വെച്ചിരിക്കണം. അപ്പോൾ നമ്മൾ ഇതിലേക്ക് മുട്ട എടുക്കുന്ന സമയത്ത് മുട്ടയുടെ വെള്ള മഞ്ഞ ഇതുപോലെ ഒന്ന് മാറ്റിയെടുക്കണം കേട്ടോ. ആദ്യം എഗ് വൈറ്റ് യോക്ക് മാറ്റിയിട്ടാണ് ചെയ്യുന്നത്. എന്നിട്ട് കിച്ചൺ മെഷീനാണ് ഇപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത്, അല്ലെങ്കിൽ നമ്മൾ സാധാരണ എഗ് ബീറ്റർ എടുത്തിട്ട് സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ചെയ്യുക. ആദ്യം ഈ മുട്ടയുടെ വെള്ളം നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. മുട്ടയുടെ മഞ്ഞയും വെള്ളയും നമ്മൾ മാറ്റിയെടുക്കുന്ന സമയത്ത് വെള്ളയിലേക്ക് മഞ്ഞയുടെ അംശം തീരെ പെടാതെ ശ്രദ്ധിക്കണം കേട്ടോ. എന്നാലേ നല്ല പെട്ടെന്ന് ബീറ്റായിട്ട് റെഡി ആയിട്ട് കിട്ടുള്ളൂ. അതുപോലെ തന്നെ തണുപ്പ് മാറിയിട്ടുള്ള മുട്ട എടുക്കാൻ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. ഫ്രിഡ്ജിൽ നിന്ന് നേരിട്ട് തണുപ്പോട് കൂടിയിട്ട് എടുക്കാതിരിക്കണം. ഈ ഒരു എഗ് വൈറ്റ് അത്യാവശ്യമൊക്കെ ഒന്ന് പതഞ്ഞ് വരുന്ന സമയത്ത് ഇതിലേക്ക് നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഒരു 1/2 കപ്പ് പ്ലസ് 3 ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്തിട്ട് മിക്സിയുടെ ചെറിയ ജാറിൽ ഒന്നങ്ങ് ക്രഷ് ചെയ്തെടുത്താൽ മതി. ഫൈനായിട്ട് പൊടിയേണ്ട ആവശ്യമൊന്നുമില്ല. എന്നിട്ട് പഞ്ചസാര കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കുക. സ്പീഡ് ഒന്നങ്ങ് കുറച്ച് വെച്ചിട്ട് ഓരോ ടേബിൾ സ്പൂൺ ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി. പിന്നെ ഈ സമയത്ത് ഇതിലേക്ക് മുഴുവൻ പഞ്ചസാര ഇപ്പോൾ ഇട്ട് കൊടുക്കണ്ട കേട്ടോ. ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര മാറ്റി വെക്കാം. നമുക്ക് മുട്ടയുടെ മഞ്ഞ മിക്സ് ആക്കുന്ന സമയത്ത് അതിലേക്ക് ഇട്ട് കൊടുക്കാം. പഞ്ചസാര ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ ഹൈ സ്പീഡിൽ തന്നെ ഒരു 5 മിനിറ്റ് കൂടെ ഇതുപോലെ ആക്കി എടുക്കുകയാണെങ്കിൽ ഒരു 4-5 മിനിറ്റ് മതിയാവും. അപ്പോഴേക്ക് തന്നെ കറക്റ്റ് സ്റ്റിഫിക്കായി വന്നോളൂ കേട്ടോ. ഇപ്പോൾ നമ്മുടെ എഗ് വൈറ്റ് കറക്റ്റ് പാകത്തിന് തന്നെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് കറക്റ്റായിട്ടാണോ ഉള്ളത് എന്ന് അറിയാൻ വേണ്ടിയിട്ട് ആ പാത്രം ഇതുപോലെ ഒന്ന് മൊത്തത്തിൽ കമിഴ്ത്തുന്ന സമയത്ത് താഴേക്ക് ചാടി പോവാത്ത രീതിയിൽ എഗ് വൈറ്റ് റെഡി ആയിരിക്കണം. അപ്പോൾ ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ആ മുട്ടയുടെ മഞ്ഞ ഉണ്ടല്ലോ, അതൊരു ബൗളിലേക്ക് എടുത്തിട്ട് അതിലേക്ക് ആദ്യം കുറച്ച് വാനില എസൻസ് ചേർത്ത് കൊടുക്കുക. ഒരു 1 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ചു കൊടുക്കാം. നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ഈ സമയത്ത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കണം. പഞ്ചസാരയൊക്കെ നന്നായിട്ട് മിക്സ് ആവുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് പാല് ചേർത്ത് കൊടുക്കണം. ഒരു 1/4 കപ്പ് പ്ലസ് 1 ടേബിൾ സ്പൂൺ പാല് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയതാണ്, അതായത് ഒരുപാട് ചൂടല്ല, ഒരു വാം മിൽക്ക് കേട്ടോ, അത്ര മതി. അതിൻ്റെ കൂടെ തന്നെ ഒരു 1/4 കപ്പ് സൺഫ്ലവർ ഓയിലും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കണം. ഈ സമയത്ത് തന്നെ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കണേ. അതുകൂടെ ചേർത്തിട്ട് വേണം ഒന്ന് മിക്സ് ആക്കി എടുക്കാൻ. എന്നിട്ട് നമ്മൾ ആദ്യം റെഡിയാക്കി വെച്ചിട്ടുള്ള മൈദയുടെ കൂട്ട് കുറച്ചായിട്ട് ചേർത്തിട്ട് മിക്സ് ആക്കി എടുക്കുക. ഒരുപാട് ഒന്നിച്ചിട്ട് മിക്സ് ചെയ്തെടുക്കരുത് കേട്ടോ. പിന്നെ നമ്മൾ ബീറ്റർ എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതുപോലെ നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുത്താൽ മാത്രം മതിയാകും. മൈദയുടെ കൂട്ട് മൊത്തത്തിൽ ഇതിലേക്ക് ഒഴിച്ചതാ ഇതുപോലെ മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഈ സമയത്ത് തന്നെ നമ്മൾ എഗ് വൈറ്റ് റെഡിയാക്കി വെച്ചിട്ടുണ്ടല്ലോ, അതിൽ നിന്നും കുറച്ച് ഇതിലേക്ക് ഇട്ടിട്ട് മൊത്തത്തിലൊന്ന് മിക്സ് ആക്കി എടുക്കുക. അതായത് മൊത്തത്തിൽ മിക്സ് ആക്കി കിട്ടാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. എഗ് വൈറ്റ് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെറുതായിട്ട് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. അതൊന്ന് ശ്രദ്ധിക്കണേ. എന്നിട്ട് ഇത് അത്യാവശ്യം നന്നായിട്ട് മിക്സ് ആക്കിയത് ഈ ഒരു രീതിയിലാവുന്ന സമയത്ത് നമ്മൾ എഗ് വൈറ്റിൻ്റെ മൊത്തത്തിലുണ്ടല്ലോ അതിലേക്ക് കുറച്ച് ഒഴിച്ചിട്ട് ഇതുപോലെ മിക്സ് ആക്കി എടുക്കുക. ഒന്നിച്ചല്ല, ആ ഒരു എഗ് വൈറ്റിൻ്റെ ഒരു ഫ്ലഫി ആയിട്ടുള്ളത് നഷ്ടപ്പെടാൻ പാടില്ല. അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് ഒഴിച്ചിട്ട് നന്നായിട്ട് ഇതുപോലെ മിക്സ് ആക്കി എടുക്കുക. ഇത് മിക്സ് ആക്കി എടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട 2 കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒന്ന് ഭയങ്കര സ്പീഡിൽ ഇളക്കി എടുക്കരുത്, അതായത് ആ മുട്ട പതഞ്ഞ് വന്നിട്ടുള്ളത് നഷ്ടപ്പെടാൻ പാടില്ല. പിന്നെയെന്ന് വെച്ചാൽ ആ മുട്ടയുടെ വെള്ളം ഉണ്ടല്ലോ, എഗ് വൈറ്റ് മൊത്തത്തിൽ മിക്സ് ആവും വേണം. അത് മിക്സ് ആവാതെ എവിടെയെങ്കിലും വെള്ളമായിട്ട് തന്നെ കിടക്കുകയാണെങ്കിൽ കേക്ക് ബേക്കായിട്ട് നമ്മൾ മുറിച്ചൊക്കെ എടുക്കുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ മഞ്ഞുകട്ട പോലെ കിടക്കും. അപ്പോൾ അത് പ്രത്യേകിച്ച് ശ്രദ്ധിച്ചിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുത്താൽ മതി.
ഇതിന് പെട്ടെന്ന് തന്നെ ബേക്ക് ചെയ്യാനായിട്ട് വെക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഒരു 8 ഇഞ്ചിൻ്റെ റൗണ്ട് കേക്ക് ടിന്നാണ് എടുത്തിട്ടുള്ളത്. അതിലടിയിലൊരു ബട്ടർ പേപ്പർ വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. പിന്നെ ഇത് ഓവനിലാണ് ഇപ്പോൾ ബേക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കേക്കിൻ്റെ മിക്സ് ഉണ്ടാക്കാൻ തുടങ്ങുന്ന സമയത്ത് തന്നെ ഓവൻ ഒരു 180 ഡിഗ്രി സെൽഷ്യസിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യാൻ വേണ്ടി വെക്കണേ. പിന്നെ ഇതുപോലെ ഒരു സ്ക്വയർ വെച്ചിട്ട് ഒന്ന് വരച്ചിടുന്നുണ്ട്, എയർ ബബിൾസ് ഒക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട്. പിന്നെ ഒന്നുകൂടെ നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക, ഇതുപോലെ എയർ ബബിൾസ് ഒന്നും കുടുങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് പ്രീ ഹീറ്റ് ചെയ്തിട്ടുള്ള ഓവനിലേക്ക് വെച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ബ്ലാക്ക് ആൻഡ് ഡെക്കറിൻ്റെ OTG ഓവനാണ് ഉപയോഗിക്കുന്നത്. ഇതിലെങ്ങനെ പ്രീ ഹീറ്റ് ചെയ്തതെന്ന് വെച്ചാൽ ഒരു 200 ഡിഗ്രി സെൽഷ്യസിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് കേക്ക് നമ്മൾ ഓവനിലേക്ക് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ടെമ്പറേച്ചർ ഞാൻ കുറച്ച് വെക്കുന്നുണ്ട്. അതായത് ഒരു 160 ഡിഗ്രിയിൽ കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണ്, നിങ്ങൾ ഓവൻ അനുസരിച്ച് ചെയ്താൽ മതി. പിന്നെ ടൈം എന്ന് പറയുന്നത് ഒരു 30 to 35 മിനിറ്റ് മതിയാവും. ഇപ്പോൾ എൻ്റെ ഓവനിൽ ഒരു 30-32 മിനിറ്റ് ആകുമ്പോൾ തന്നെ കറക്റ്റ് ബേക്കായിട്ട് കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഒരു 32 മിനിറ്റ് കൊണ്ട് തന്നെ കേക്ക് കറക്റ്റായിട്ട് നോക്കുന്ന സമയത്ത് ബേക്കായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. 35 മിനിറ്റ് മുഴുവനായിട്ട് വേണ്ടി വന്നിട്ടില്ല. അപ്പോൾ നോക്കിയിട്ട് ഒരു 30 മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് തുറന്ന് നോക്കിയിട്ട് ഇതുപോലെ ഒന്ന് കുത്തി നോക്കുക. അപ്പോൾ ഉൾഭാഗമൊക്കെ കറക്റ്റ് വെന്തിട്ട് ബേക്കായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ പുറത്തേക്ക് എടുക്കുക. അപ്പോൾ നമ്മളിത് പുറത്തെടുത്ത് കഴിയുമ്പോൾ ഇതുപോലെ ചെറുതായിട്ടൊന്ന് പൊക്കം, അതായത് പൊങ്ങി നിൽക്കുന്ന ഒന്നങ്ങ് താഴോട്ട്, അത് കുഴപ്പമില്ല. ഉൾഭാഗം കറക്റ്റ് വെന്തിട്ടുണ്ടെങ്കിൽ പിന്നെ പ്രശ്നമൊന്നുമില്ല. നല്ലോണം ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ഒരു 4-5 മിനിറ്റ് കഴിഞ്ഞ് ചൂട് ചെറുതായിട്ടൊന്ന് പോകുമ്പോൾ കേക്ക് ഇതുപോലെ സൈഡിൽ നിന്നൊന്ന് വെടിയിച്ചിട്ട് നമുക്കൊന്ന് കമിഴ്ത്തിയെടുക്കാം. എന്നിട്ട് ഇതൊരു വയറാക്കിലേക്കായിട്ട് മാറ്റി വെച്ചിട്ട് ശരിക്കും ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കണം. ഒരു 1-2 മണിക്കൂറൊക്കെ ഇരുന്ന് ശരിക്കും ചൂടാറി വരുന്ന സമയത്ത് നമുക്ക് കേക്ക് ഐസിങ് ചെയ്യാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് മുറിച്ചെടുക്കേണ്ടതെന്നുണ്ടെങ്കിൽ അത്ര ലെയറായിട്ട് കട്ട് ചെയ്തെടുക്കുക. ഞാനിപ്പോൾ ഇവിടെ ഒരു 3 ലെയറായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഒരു കേക്ക് ഐസിങ് ചെയ്യാൻ വേണ്ടിയിട്ടാണിത്. പിന്നെ ഇതിൻ്റെ മുൻപ് നമ്മൾ 2 ബേസിക് വാനില സ്പഞ്ച് കേക്കിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതായത് ഒന്ന് ഓവനിൽ ചെയ്യുന്നതുകൊണ്ട് അതുപോലെ തന്നെ ഓവൻ ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ട് ഗ്യാസിൻ്റെ മേലെ ചെയ്യുന്ന ആ ഒരു രീതിയിലും ഉണ്ട്. അപ്പോൾ അത് മതിയെന്നുണ്ടെങ്കിൽ അത് തന്നെ ഫോളോ ചെയ്യാം കേട്ടോ. അതിനൊരു കുഴപ്പമില്ല, നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള റെസിപ്പി തന്നെയാണ്. കുറേ ഹോം ബേക്കേഴ്സൊക്കെ ആ ഒരു സ്പഞ്ച് ഫോളോ ചെയ്യലുണ്ടെന്നൊക്കെ ഒരുപാട് കമൻസൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് മതിയെങ്കിൽ അത് തന്നെ ചെയ്യാം. ഇനിയിപ്പോൾ ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്ത് നോക്കണമെങ്കിൽ ഇങ്ങനെയും ചെയ്യാം കേട്ടോ. ഇതെന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ ഒരു വൈറ്റ് കളറൊക്കെ കൂടുതൽ കിട്ടുന്നുണ്ട്.